വെൽക്കം ബാക്ക് ടു സുബോളാസ്. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാലും ഇനിയുമുണ്ട് മെയിനായിട്ട് വസുവിൻ്റെ ടോയ്സ്. ആ ഒരു സെക്ഷൻ നമ്മൾ എടുത്തിട്ടേ ഇല്ലേ. വസുവിൻ്റെ കാറ്, സൈക്കിൾ തുടങ്ങിയ വസ്തുവകളൊക്കെ ഇവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നമ്മളിനി കൊണ്ടുപോകണം. ഇനിയിപ്പോൾ ഇന്ന് വന്ന് നമ്മളെല്ലാം ജസ്റ്റ് ഒന്നാക്കിയിട്ട് ലാസ്റ്റ് അത് വീടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ദിവസം കൂടി വരും കേട്ടോ. അപ്പോൾ രാവിലെ ഏട്ടൻ എന്നെയും വസുവിനെയും കൂടി ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഏട്ടൻ ബാങ്കിലേക്ക് പോയി. ഏട്ടൻ വൈകിട്ട് വന്നിട്ട് നമ്മളിതെല്ലാമായിട്ട് കൊണ്ടുപോകും. പിന്നെ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അത്രമേൽ പ്രിയപ്പെട്ട ഒരിടം എന്നൊക്കെ ആണെങ്കിൽ പറയാട്ടോ. എനിക്ക് ഭയങ്കര ഒരു സാധാരണ വാടക വീട്ടിൽ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പോകും. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വീടാണ് കേട്ടോ ഇത്. കാരണം എന്തോ എനിക്ക് ഭയങ്കര ഒരു സമാധാനം, സന്തോഷം ഒക്കെ കിട്ടിയത് ഇവിടെയാണ്. എല്ലാ മനുഷ്യരിലും ഉണ്ടാവും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായെങ്കിലും ആ സമാധാനക്കേടിലും ഒരു സമാധാനം കണ്ടെത്താനും ഒരു സന്തോഷം കണ്ടെത്താനും ഈ വീട്ടിൽ നിന്ന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല ഏട്ടനും അങ്ങനെ. പിന്നെ ഒരു വർക്കത്തുള്ള സ്ഥലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണിത്. അപ്പം ഇനി വരുന്നവനും സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഒരു അവസരം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾക്ക് നമുക്ക് അടുക്കി പെറുക്കി എടുക്കണം. അപ്പം ഏട്ടൻ വരുന്നതിന് മുന്നേ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വന്ന പാടെ നമുക്ക് ഇതും പൂട്ടിക്കെട്ടി അങ്ങ് പോവാം. ഇനി ഒരു ദിവസം കൂടി നമ്മൾ വരും. ആ വരുന്ന എന്തിനാന്ന് വെച്ചാൽ അതൊന്നും ക്ലീൻ ചെയ്ത് കൊടുക്കണമല്ലോ. അടുത്ത വീട്ടുകാർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്തത് കൊടുക്കണം. അപ്പോൾ ഇന്ന് ഇതെല്ലാം എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ക്ലീൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ ഒറ്റ പണി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ഫുള്ള് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ കിട്ടിയ സന്തോഷവും സമാധാനവും അങ്ങ് ദ്വാരകാപുരിയിലും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഗൈസ്. സോ വസു വന്നപാടെ വസു ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഐ വിൽ ഷോ യു ഗൈസ്. ഹേ വസുദേവ്, നീ എന്ത് ചെയ്യണോ? നീ ക്ലേ വെച്ച് കളിക്കാണോ? ഓ, വീഡിയോ എടുത്തോണ്ടിരിക്കുന്നപ്പോഴാണ് കണ്ടത്. എന്റെ ഗ്ലാസ് പൊട്ടി ഗൈസ്. ഇതെങ്ങനെ പൊട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ടില്ല ഈ ഫോണ്. എങ്ങനെ പൊട്ടിയെന്തോ. അപ്പോ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പോകാം. ഒരു വലിയ സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഐ വിൽ ഷോ യു. ഇതൊക്കെ പൂട്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തെല്ലാം ആ ബോക്സിന്റെ ഉള്ളിൽ ഫുൾ കളിപ്പാട്ടങ്ങളാണ്. ഇതിനുള്ളിൽ നമ്മൾ കുറച്ച് ഡ്രസ്സ് ഉണ്ട്. ഇത് ഈ ബാഗിന്റെ ഉള്ളില് യൂസ് ചെയ്യണതല്ല, യൂസ് ഇല്ലാത്ത കുറച്ച് ഡ്രസ്സുകൾ. ആ ഇരിക്കുന്ന ബാഗിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഉണ്ട്. ആ ഇരിക്കുന്ന ബാഗിൽ എന്തോ അല്ലിക്കുൽ സാധനങ്ങൾ. പിന്നെ ബസുൻ്റെ ഈ ഒരു ഐറ്റം കൊണ്ടുപോകണം. ഇതിനെ അഴിച്ച് പെറുക്കിയെടുക്കണം. സോ നമുക്ക് പണിയിലേക്ക് കിടക്കാം ഗൈസ്. ഇത് എന്ന് ഞാൻ ഒതുക്കി തീരുമെന്ന് എനിക്ക് യാതൊരു വിധ ഐഡിയ ഇല്ല. എന്തായാലും നമ്മൾ പൊട്ടേ കളിപ്പാട്ടങ്ങളൊന്നും എടുക്കില്ല കേട്ടോ. ചുമ്മാ എന്തിനാണ് സ്പേസ് കളയണത്. അപ്പോൾ നമുക്ക് ഉള്ളതിനെ വെച്ച് നമുക്കെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാം. അപ്പം നമുക്ക്
ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ആ വസു കഴിക്കുകയാണോ? വസു എന്ത് കഴിക്കണേ? നിങ്ങൾ പപ്പടവും ബിരിയാണിയൊക്കെ കഴിക്കുകയാണല്ലേ? വസു കഴി. കൊള്ളാമോ ബിരിയാണി? കൊള്ളാമോ? സൂപ്പറാണോ? മൂൺ പോലെ ഇരിക്കണം അല്ലേ? എല്ലാം പണിയൊക്കെ ചെയ്ത് ഭയങ്കര ടയേർഡായി. സോ നമ്മൾക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പം അതും നല്ല ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അപ്പം നമ്മൾ വിചാരിച്ചു കിടന്ന് ഉറങ്ങിയിട്ട് ഉറങ്ങാമെന്ന് പ്ലാൻ ചെയ്തൊന്നുമില്ല കേട്ടോ. അവൻ ഇവിടെ കിടന്ന് ഫോണ് കണ്ടു, ബസ് ഇവിടെ കിടന്ന് ഫോൺ കണ്ടു, ഞാൻ ഇവിടെ കിടന്ന് ഫോൺ കണ്ടു. സോ അവൻ ഉറങ്ങി, ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി വന്നു. അപ്പോൾ നോക്കിക്കാണ് കൊച്ചു നല്ല ഉറക്കം. അങ്ങനെ നമുക്കിവിടെ ബെഡ്ഷീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കിടക്കാൻ വേണ്ടിയിട്ട്. സോ തറ ടിക്കറ്റാണ് ഗൈസ്. ബെഡ്ഷീറ്റും പായയും ബെഡും കട്ടിലും എല്ലാം നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയല്ലോ. ഇത് ഞാൻ തലയിൽ വെച്ചിരിക്കുന്ന സാധനം നമ്മൾ പണ്ടെങ്ങ് ഉപേക്ഷിച്ച ഒരു ടവലാണ് ഗൈസ്. അത് ഒരുപാട് മോശമല്ല, ഉപയോഗിക്കാമായിരുന്നു. ഇങ്ങനെ നമുക്ക് വിരിച്ച് കിടക്കാമായിരുന്നു. അതിനെ വിരിച്ച് കൊടുത്ത് ഞാൻ വന്ന ഉടനെ ഇതിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴവൻ അതിൻ്റെ പുറത്തേക്ക് ഒരു കുപ്പി വെള്ളം കമത്തി ഒഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അവനത് വേണ്ടാത്ര. അങ്ങനെ ഇവിടെ കിടന്ന് പാവ എൻ്റെ കുഞ്ഞ് ഉറങ്ങിപ്പോയി. സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ. തറയൊക്കെ ഞാൻ തൂത്ത് വാരിയിട്ട തറയാണ്, അതുകൊണ്ട് സോ ഇനി ബാക്കി ഞാൻ എല്ലാം കൂട്ടിക്കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കസിൻ്റെ ടോയ്സൊക്കെ. ഏട്ടൻ വന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം ഭക്ഷണം കഴിച്ചതില്ല, ക്ഷീണ ഹൈലാണ് ഗൈസ്. സോ ഏട്ടൻ വരുമ്പോൾ കാണാം ഗൈസ്. അപ്പം എല്ലാം പറക്കി പല സ്ഥലങ്ങളിലായിട്ട് വെച്ചു. കത്തിക്കാനുള്ളത്, പ്ലാസ്റ്റിക് ചേച്ചിക്ക് കൊടുക്കാനുള്ളത്, മറ്റേ ഹരിതകർമ്മസേനയ്ക്ക്, പിന്നെന്താ പിന്നെ കൊണ്ടുപോകാനുള്ള ഐറ്റംസ്, പിന്നെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു നമുക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസാണ്. വസുവിൻ്റെ അലമാര, അത് പീസ് ഇങ്ങനെ ബോർഡാണ് അത്. പിന്നെ നമ്മുടെ ബാഗുകൾ, വസുവിൻ്റെ ടോയ്സ്, ഇത് വസുവിൻ്റെ ഒരു സെറ്റ് ഓഫ് ടോയ്സ്. ഇടയ്ക്ക് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, ഇതൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഇത് പ്ലാസ്റ്റിക് കൊടുക്കാനുള്ളതും, പിന്നെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ളതും, പിന്നെ ഉള്ളത് കത്തിക്കാനുള്ളത്, നമുക്ക് കൊണ്ടുപോകാനുള്ള ബാക്കി വസുവിൻ്റെ ടോയ്സ്. പിന്നെ വസുവിൻ്റെ വണ്ടി പുറത്തിരിക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ നമ്മുടെ ചെരുപ്പ്, പിന്നെ അടുക്കളയിൽ കൊണ്ടുപോകാനുള്ളത് ഈ മിക്സിയുടെ ഈ സംഭവം, ഇതും നമ്മുടെ വേസ്റ്റ് ബിൻ. ബാക്കി എവിടെ ഇരിക്കണതെല്ലാം കത്തിക്കാനുള്ളതും ഹരിതകർമ്മസേനയ്ക്ക് പോകാനുള്ള ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒതുക്കി ഞാൻ ഒരു പരുവമായിട്ടുണ്ട്. സോ ഇനി ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. മണി ഈസ് 6:30. എൻ്റെ അടുത്ത് 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ ആളെ ഇതുവരെ കണ്ടില്ല. അപ്പോൾ എന്തായാലും ജോലി കഴിഞ്ഞ് വരുന്ന ഒരു അലച്ചിലായിരിക്കും. സോ ഇപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാക്സിമം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ വന്നിട്ട് ഇത് കൊണ്ടുപോയാൽ മതിയല്ലോ. പിന്നെ നമുക്കൊരു ദിവസം വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാം, മീൻസ് തുടച്ച് വൃത്തിയാക്കി തപ്പൽ കൊടുക്കാം. അപ്പോൾ 1 മണി മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഈസ് ഡൺ. സോ ഞങ്ങൾക്ക് കുറച്ച് വെള്ളം പൊട്ടിക്കാം. ഭയങ്കര ഹെക്ടിക്. ഇതാണ് പറയുന്നത്, നമ്മൾ ആഴ്ചയിലൊരിക്കൽ വീട് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യണം. ഡീപ്പ് ക്ലീൻ ചെയ്താൽ ഇത്തരം അൺനെസസറി ജോലി നമുക്ക് ഒഴിവാക്കാം. ഏട്ടാ എത്ര മണിക്കേട്ടാ വരാന്ന് പറഞ്ഞ? According to Canara Bank,
so many work pressure, so many pressure, so many cholesterol is there. ഞാൻ ആഹാരം കഴിക്കാൻ പോലും നിൽക്കാതെ ഇവിടെ വന്ന് ഞാൻ മാക്കനെ കഴിച്ചതാണ്. അത് ഞാൻ കൊടുത്ത കുറച്ച് ഞാൻ 750 ഗ്രാം ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. അതിനകത്ത് ഒരു 25 ഗ്രാം ശരി, ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ സാധനം ഒറ്റ വണ്ടിയിൽ കയറി, മീൻസ് നമ്മൾ കാറിൽ കൊണ്ടുപോകാന്നാ വിചാരിച്ചത്. കാറിൽ കയറില്ല, ബസുവിന്റെ വണ്ടി തന്നെ വെക്കാൻ കാറിൽ സ്ഥലം തികയില്ല. സോ നമ്മളൊരു വണ്ടി ചേട്ടനെ വിളിച്ചു. അപ്പോൾ ആ ചേട്ടൻ നമ്മുടെ കട്ടിലൊക്കെ കൊണ്ടുപോയി ചേട്ടന്. അപ്പോൾ ചേട്ടന് എന്ന് വരാൻ പറ്റില്ല, എന്ന് വരാമെന്ന് പറഞ്ഞു, സാറ്റർഡേ. അപ്പം നമുക്ക് സാറ്റർഡേ പൊട്ടിക്കെട്ടാം. അപ്പം ഈ വീടിന് എന്തോ നമ്മളെ വിടാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്താ അതിവിടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ബസ് അപ്പുറത്ത് കുഞ്ഞേട്ടൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു ഗൈസ്. പിന്നെ ഇവിടെ എന്നിട്ട് കാര്യമില്ല അല്ലേ ഏട്ടാ? ഇനി നമുക്ക് ദ്വാരകാപുരിയിലേക്ക് പോവാം ഗൈസ്. വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് കുളിക്കണം, നനയ്ക്കണം, ഉറങ്ങണം. അമ്മ വീട്ടിലോട്ടിനി വീട്ടിൽ പോകാം. അപ്പം എല്ലാം സെറ്റാക്കി ഇനി വണ്ടിയിലിട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ തുടയ്ക്കണം. അത്രേ ഉള്ളെന്ന് പറയണത്. ഇത് കൊണ്ട് ചെന്നിട്ടെല്ലാം മരിച്ചു പഴക്കുന്നത് ടാസ്ക്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. ഇനി സുഖമായിട്ടൊന്ന് കുളിക്കണം. കുളിച്ചിട്ടൊന്ന് കിടന്നുറങ്ങണം. അതിന് മുന്നേ ഭക്ഷണം കഴിക്കണം. വസന് പൊറോട്ട ചിക്കൻ മാത്രം മതി. പൊടാ വിടുന്നത് ദോശ കഴിച്ചാൽ മതി. പൊറോട്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബ വ്ലോഗ്സ്.